ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളി വ്യാലോലകർണപസഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപംക്തിസ്ഫുരദരുണപരച്ഛായ ബിംബാധരാന്തപ്രീതിപ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്ത്രമുദ്ധാസതാം മേ പ്രീതിപ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം വക്ത്രമുദ്ധാസതാം മേ ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളി വ്യാലോലകർണപാശഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപംക്തിസ്ഫുരദരുണപരച്ഛായ ബിംബാധരാന്തപ്രീതിപ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം വക്ത്രമുദ്ധാസതാം മേ. മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞു, കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയി അനാഥേ എന്ന്. അതായത് ദയ നിറഞ്ഞ നോട്ടം കൊണ്ട്, കാരുണ്യാലോകലീല എന്നൊക്കെ പറയുമ്പോൾ ദയ നിറഞ്ഞ നോട്ടം കൊണ്ട് ശിശിരിതഭുവനം ലോകങ്ങളെ കുളിർപ്പിക്കുന്നതായ തേ നേത്രയുഗ്മം വിഭോ അനാഥേ മയി ക്ഷിപ്യതാം എന്നാണ്. അങ്ങയുടെ ഗുരുവായൂരപ്പ, അങ്ങയുടെ രണ്ട് കണ്ണുകളെയും, അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ, അവിടുന്നല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത എന്നിൽ പതിപ്പിച്ചാലും ആണ്. അനാഥേ മയി ക്ഷിപ്യത എന്ന് പറയുമ്പോൾ എന്നിൽ പതിപ്പിച്ചാലും, അതായത് ഗുരുവായൂരപ്പ, അങ്ങയുടെ ദയ നിറഞ്ഞ കടാക്ഷങ്ങൾ മറ്റാരും ആശ്രയമില്ലാത്ത എന്നിൽ പതിപ്പിക്കണമേ. മറ്റാരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയിരുന്നു, പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നു ഗുരുവായൂരപ്പ, അവിടുന്നല്ലാതെ മറ്റാരും ആശ്രയമില്ല. അതുകൊണ്ട് കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം തേ നേത്രയുഗ്മം വിഭോ അനാഥേ മയി ക്ഷിപ്യതാം. ദയ നിറഞ്ഞ നോട്ടം കൊണ്ട് ലോകങ്ങളെ കുളിർപ്പിക്കുന്നതായ അങ്ങയുടെ രണ്ട് കണ്ണുകളെയും അവിടുന്നല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത എന്നിൽ പതിപ്പിക്കണമേ എന്നൊക്കെ മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി നാലാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ, ഉത്തുംഗോല്ലാസി നാസം, കണ്ണിന് താഴെ നാസികയെ പറ്റി പറയുന്നു. നാലാം ശ്ലോകത്തില് ഉത്തുംഗോല്ലാസി നാസം, ഉയർന്ന് ശോഭിക്കുന്ന ലക്ഷണമൊത്ത നാസികയോട് കൂടിയതും എന്നാണ്. ഉത്തുംഗോല്ലാസി നാസം എന്ന് പറയുമ്പോൾ ഉയർന്ന് ശോഭിക്കുന്ന, ഉത്തുംഗോല്ലാസി എന്നൊക്കെ പറയുമ്പോൾ ഉയർന്ന് ശോഭിക്കുന്ന, നാസം നാസികയോട് കൂടിയതും. അപ്പോൾ ഉത്തുംഗോല്ലാസി നാസം, ഉയർന്ന് ശോഭിക്കുന്ന ലക്ഷണമൊത്ത നാസികയോട് കൂടിയതും.
ഹരിമണി മുകുര പ്രോല്ലസദ് ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വതിപ്രം. വളരെയധികം നീളമുള്ള വാക്ക്. ഹരിമണി മുകുര പ്രോല്ലസദ് ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വതിപ്രം എന്നൊക്കെ പറയുമ്പോ ഇന്ദ്രനീല കല്ല് കൊണ്ടുണ്ടാക്കിയ കണ്ണാടി പോലെ എന്നൊക്കെയാണ്. ഹരിമണി മുകുരം എന്നൊക്കെ പറയുമ്പോ ഇന്ദ്രനീല കല്ല് പോലെ, ഇന്ദ്രനീല കല്ല് കൊണ്ട് ഉണ്ടാക്കിയ എന്ന് പറയാം. മുകുരം എന്നൊക്കെ പറയുമ്പോ കണ്ണാടി. അപ്പൊ ഇന്ദ്രനീല കല്ല് കൊണ്ട് ഉണ്ടാക്കിയ കണ്ണാടി പോലെ എന്നാണ് ഹരിമണി മുകുര എന്നൊക്കെ പറയുമ്പോ. ശോഭിക്കുന്ന, പ്രോല്ലസത് ശോഭിക്കുന്ന, ഗണ്ഡപാളി എന്നൊക്കെ പറയുമ്പോ കവിൾത്തടങ്ങള്. അവിടെ വ്യാലോലത് കർണപാശാഞ്ചിത എന്നൊക്കെ പറയണു. കവിൾത്തടങ്ങളിൽ നിഴലിക്കുന്ന, ചെവികളിൽ അണിയുന്ന, കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വതിപ്രം എന്ന് പറയുമ്പോ ചെവികളിൽ അണിയുന്ന 2 മകരകുണ്ടലങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും എന്നൊക്കെയാണ്. അപ്പോ ഹരിമണി മുകുര പ്രോല്ലസദ് ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വതിപ്രം. ഇന്ദ്രനീല കല്ല് കൊണ്ടുണ്ടാക്കിയ കണ്ണാടി പോലെ ശോഭിക്കുന്ന, കവിൾത്തടങ്ങൾ അങ്ങനെ കണ്ണാടി മാതിരി അത്രയും മിന്നി ശോഭിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രനീല കല്ല് കൊണ്ടുണ്ടാക്കിയ കണ്ണാടി പോലെ ശോഭിക്കുന്ന കവിൾത്തടങ്ങളിൽ ഗണ്ഡപാളി വ്യാലോല നിഴലിക്കുന്ന, ചെവികളിൽ അണിയുന്ന 2 മകരകുണ്ടലങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും എന്നൊക്കെയാണ്. കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വതിപ്രം എന്നൊക്കെ പറയുമ്പോ ഇന്ദ്രനീല കല്ലുകൊണ്ടുണ്ടാക്കിയ കണ്ണാടി പോലെ ശോഭിക്കുന്ന, കവിൾത്തടങ്ങളിൽ നിഴലിക്കുന്ന, ചെവികളിൽ അണിയുന്ന 2 മകരകുണ്ടലങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും തിളങ്ങുന്നതും ആണ്. മകരകുണ്ടലങ്ങൾ തട്ടി കവിൾത്തടങ്ങളെ കൂടുതൽ മിന്നി ശോഭിക്കുകയാണ്. മകരകുണ്ടലങ്ങളിൽ പതിച്ചിട്ടുള്ള രത്നങ്ങളുടെയൊക്കെ ശോഭ കൊണ്ട് ആ സ്വതേ തന്നെ കണ്ണാടി പോലെ മിന്നുന്ന കവിൾത്തടങ്ങള് അത് കൂടുതൽ ശോഭിക്കുന്നു എന്നൊക്കെയാണ്. അതാണ് ഹരിമണി മുകുര പ്രോല്ലസദ് ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വതിപ്രം. ഇന്ദ്രനീല കല്ലുകൊണ്ട് ഉണ്ടാക്കിയ കണ്ണാടി പോലെ ശോഭിക്കുന്ന, കവിൾത്തടങ്ങളിൽ നിഴലിക്കുന്ന, ചെവികളിൽ അണിയുന്ന 2 മകരകുണ്ടലങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും തിളങ്ങുന്നതും. പിന്നെയോ ഉന്മീലദന്തപംക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം, അല്ലെങ്കിൽ ശിശിരതരം എന്നും പറയാം. അപ്പോ ഉന്മീലദന്തപംക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം എന്ന് പറയുമ്പോ പല്ലുകളെ പറ്റിയാണ് പറയുന്നത്. ഉന്മീലദന്തപംക്തി എന്നൊക്കെ പറയുമ്പോ പുറമേ പ്രകാശിക്കുന്ന മനോഹരങ്ങളായ പല്ലുകൾ കൊണ്ട് തിളങ്ങുന്നതും ആണ്. ഉന്മീലദന്തപംക്തി സ്ഫുരതരുണതരച്ഛായ. അപ്പോ പുറമേ പ്രകാശിക്കുന്ന മനോഹരങ്ങളായ പല്ലുകൾ കൊണ്ട് തിളങ്ങുന്നതും, പിന്നെ അരുണതരച്ഛായ ബിംബാധരാന്ത എന്നൊക്കെ പറയുമ്പോ ചുവന്ന ശോഭയോടുകൂടിയ, അതായത് ചുവന്ന നിറത്തിൽ തൊണ്ടിപ്പഴം പോലെ ശോഭിക്കുന്നതായ എന്ന് പറയാം. അരുണതരച്ഛായ ബിംബാധരാന്ത എന്നൊക്കെ പറയുമ്പോ തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്നതായ
അങ്ങനെ ചുകന്ന് ശോഭിക്കുന്നതായ ബിംബാധരാന്ത പ്രീതി പ്രസിദ്ധി ചുണ്ടുകള്, ആ ചുണ്ടുകളുടെ ഉള്ളിൽ നിന്ന് പ്രീതിയോടെ ഒലിക്കുന്ന മനോഹരമായ മന്ദഹാസം കൊണ്ട് കുളിർത്തതും ആയ എന്നൊക്കെയാണ്. പ്രീതി പ്രസ്യന്തി മന്ദസ്മിതം ശിശിരതരം എന്നൊക്കെ പറയുമ്പോൾ തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്നതായ ചുണ്ടുകൾ, അതായത് ചുകന്ന് തുടുത്ത ചുണ്ടുകൾ, ആ ചുണ്ടുകളുടെ ഉള്ളിൽ നിന്ന് പ്രീതിയോടെ ഒലിക്കുന്ന അതിമനോഹരമായ പുഞ്ചിരി കൊണ്ട് കുളിർത്തതും ആയ എന്നാണ്. അപ്പോ ഉന്മീലദന്തപംക്തി സ്ഫുരദരുണതരച്ഛായ ബിംബാധരാന്ത എന്നൊക്കെ പറയുമ്പോൾ അരുണതരച്ഛായ ബിംബാധരാന്ത എന്നൊക്കെ പറയുമ്പോൾ തൊണ്ടിപ്പഴം പോലെ ചുവന്ന് തുടുത്ത ചുണ്ടുകളുടെ ഉള്ളിൽ നിന്ന് പ്രീതി പ്രസ്യന്തി പ്രീതിയോടെ ഒലിക്കുന്ന, പ്രീതി പ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം പ്രീതിയോടെ ഒലിക്കുന്ന മനോഹരമായ പുഞ്ചിരി കൊണ്ട് ശിശിരതരം എന്ന് പറയുമ്പോൾ കുളിർത്തതും ആണ്. അപ്പോ ഉന്മീലദന്തപംക്തി സ്ഫുരദരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം പുറമേ പ്രകാശിക്കുന്ന മനോഹരങ്ങളായ പല്ലുകൾ കൊണ്ട് തിളങ്ങുന്നതും ചുകന്ന് തുടുത്ത ശോഭയോടുകൂടി തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്നതായ ചുണ്ടുകളുടെ ഉള്ളിൽ നിന്ന് പ്രീതിയോടെ ഒലിക്കുന്ന അതിമനോഹരമായ മന്ദഹാസം കൊണ്ട് കുളിർത്തതും. ഭക്തന്മാരെ തന്നിലേക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചടിപ്പിക്കുന്ന അതിമനോഹരമായ ഗുരുവായൂരപ്പ അവിടുത്തെ പുഞ്ചിരി എന്നാണ്. അങ്ങനെ ആ പുഞ്ചിരിയോട് കൂടിയതും ആയ വക്രം ഗുരുവായൂരപ്പ അങ്ങയുടെ ആ തിരുമുഖം ഉദ്ഭാസതാം മേ ഉദ്ഭാസതാം എന്ന് പറയുമ്പോൾ എനിക്ക് ശോഭിക്കുമാറാകണേ കണ്ണ. മേ ഉദ്ഭാസതാം എന്ന് പറയുമ്പോൾ എനിക്ക് ശോഭിക്കുമാറാകണേ കണ്ണ. ഒരു പ്രാവശ്യം കൂടി പറയാം. ഉത്തുംഗോല്ലാസി നാസം ഉയർന്ന് ശോഭിക്കുന്ന ലക്ഷണമൊത്ത നാസികയോട് കൂടിയതും ഹരിമണിമുകുര പ്രോല്ലസദ്ദണ്ഡപാളി വ്യാലോല കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഇന്ദ്രനീല കല്ലുകൊണ്ടുണ്ടാക്കിയ കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുന്ന ശോഭിക്കുന്ന ഗുരുവായൂരപ്പ അവിടുത്തെ കവിൾത്തടങ്ങളിൽ നിഴലിക്കുന്ന ചെവികളിൽ അണിയുന്ന 2 മകരകുണ്ടലങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും തിളങ്ങുന്നതും എന്നാണ്. മകരകുണ്ടലങ്ങൾ കൊണ്ടങ്ങനെ തിളങ്ങുന്നുണ്ട് ആ കവിൾത്തടങ്ങള്. മകരകുണ്ടലങ്ങളിൽ പതിച്ചിട്ടുള്ള രത്നങ്ങളുടെ ശോഭയൊക്കെ ആയിട്ട് കവിൾത്തടങ്ങൾ അങ്ങനെ മിന്നി തിളങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഉന്മീലദന്തപംക്തി സ്ഫുരദരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം പുറമേ പ്രകാശിക്കുന്ന മനോഹരങ്ങളായ പല്ലുകൾ കൊണ്ട്, ദന്തപംക്തി എന്ന് പറയുമ്പോൾ പല്ലുകൾ കൊണ്ട് തിളങ്ങുന്നതും, പിന്നെ സ്ഫുര അരുണതരച്ഛായ ബിംബാധരാന്ത എന്നൊക്കെയാണ്. അരുണം എന്നൊക്കെ പറയുമ്പോൾ ചുവന്ന നിറം, ചുവന്ന ശോഭയോട് കൂടി തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്നതായ ബിംബാധരാന്ത എന്നൊക്കെ പറയുമ്പോൾ ചുണ്ടുകളുടെ ഉള്ളിൽ നിന്ന് പ്രീതിയോടെ ഒലിക്കുന്ന, പ്രീതി പ്രസ്യന്തി മന്ദസ്മിതം പ്രീതിയോടെ ഒലിക്കുന്നതായ മനോഹരമായ മന്ദഹാസം കൊണ്ട് കുളിർത്തതും. അപ്പോ ഉന്മീലദന്തപംക്തി സ്ഫുരദരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത ശിശിരതരം
പുറമേ പ്രകാശിക്കുന്ന മനോഹരങ്ങളായ പല്ലുകൾ കൊണ്ട് തിളങ്ങുന്നതും ചുവന്ന ശോഭയോടുകൂടി തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്നതായ ചുവന്ന തുടുത്ത ചുണ്ടുകൾ, അതാണ് തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്നതായ ചുണ്ടുകളുടെ ഉള്ളിൽ നിന്ന് പ്രീതിയോടെ ഒലിക്കുന്ന അതിമനോഹരമായ മന്ദഹാസം കൊണ്ട് കുളിർത്തതും ആയ ഗുരുവായൂരപ്പ വക്രം മേ ഉത്ഭാസതാം, അങ്ങയുടെ തിരുമുഖം എനിക്ക് ശോഭിക്കുമാറാകണേ കണ്ണാ.